قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നേരുന്നു. നമുക്കറിയാം, ഇന്നലെ നമ്മൾ രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. അതുമായി ബന്ധപ്പെട്ട് പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് എന്നൊരു പേരിൽ സ്റ്റാർ കോസ്റ്റ് പ്രഭാഷണ മത്സരം നടത്തിയിരുന്നു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ചരിത്രവും ഓർമ്മയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരുപാട് കൂട്ടുകാർ ആ ഒരു പ്രോഗ്രാമിലേക്ക് അവരുടെ പ്രഭാഷണങ്ങൾ അയക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത കൂട്ടുകാരുടെ പ്രഭാഷണമാണ് ഇന്നത്തെ സ്റ്റാർ കോസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ കൂട്ടുകാരുടെ, നമ്മളെ കൊച്ചു കൂട്ടുകാരുടെ പ്രഭാഷണങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. ആദ്യമായിട്ട് ഇന്ന് തമന്ന ഷിയാസാണ്, ക്രിയേറ്റീവ് ഇൻ്റർനാഷണൽ അക്കാദമി താന കണ്ണൂർ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അതെ, മലയാള സ്പീച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മയും ചരിത്രവും എന്ന വിഷയത്തിലാണ്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. 200 വർഷത്തിലധികം ബ്രിട്ടീഷ് കയ്യിലായിരുന്ന നമ്മുടെ രാജ്യം 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ദിവസം ഓരോ ഇന്ത്യൻ ഹൃദയത്തിലും അതുല്യമായ ഒരു ആഘോഷമായിരുന്നു. സാമ്രാജ്യത്വ വിരുദ്ധമായ ഒട്ടേറെ പോരാട്ടങ്ങൾക്ക് ശേഷമായിരുന്നു സ്വാതന്ത്ര്യം എന്ന സ്വപ്നം പൂവണിഞ്ഞത്. സ്വാതന്ത്ര്യം എന്നത് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ആസ്വാദനങ്ങളിൽ ഒന്നാണ്. നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യം നേടുന്നതിന് അനേക മഹത്തായ വ്യക്തിത്വങ്ങൾ തങ്ങളുടെ ജീവനടക്കമുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ബലിയർപ്പിച്ച കഥയാണ് നമ്മുടെ ചരിത്രം. മഹാത്മാഗാന്ധിയുടെ അഹിംസാ രീതിയും സുഭാഷ് ചന്ദ്രബോസിന്റെ ഐഎൻഎയും ഭഗത് സിംഗ്, മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ ഒട്ടേറെ സ്മരണീയരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ നൽകിയ ത്യാഗങ്ങളാണ് നമുക്കിന്ന് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം നൽകിയത്. അത്രയും ത്യാഗങ്ങളോടുകൂടി അവർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഴത്തിൽ ചിന്തിക്കേണ്ടത്. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങളെ പറ്റി, അതിൽ പങ്കുവഹിച്ചവരെയും പറ്റി പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. പാഠപുസ്തകങ്ങളിൽ പോലും ഇത്തരം കാര്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ടു പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ യഥാർത്ഥ ചരിത്രം കുട്ടികളിലേക്ക് എത്തിക്കുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ക്രമേണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം സഹിച്ചവർ രാജ്യദ്രോഹികളായിരിക്കുമെന്നാണ് പുതിയ തലമുറ അറിയുക. ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലെങ്കിലും ശരിയായ രീതിയിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നിലനിർത്താൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ശരിയായ രീതിയിൽ വസ്ത്രം ധരിക്കാൻ പറയുമ്പോൾ ദേഷ്യം തോന്നുന്ന പുതുതലമുറയ്ക്ക് മാറുമറിക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ടി വന്ന പഴയ തലമുറയുടെ ചരിത്രം നാം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഓരോ കാര്യവും നമുക്ക് വിലപ്പെട്ടതായി തോന്നണമെങ്കിൽ അത് ലഭിക്കുവാൻ അതിൻ്റെ പിന്നിൽ ഓരോ വ്യക്തികളും എത്ര ത്യാഗം സഹിച്ചുവെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാരുടെ അടിയും പീഡനങ്ങളും വളരെ സഹിച്ചാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്കിത് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ആ ത്യാഗങ്ങൾ വെറും ഒരു ദിവസത്തെ മാത്രം ഓർമ്മയിൽ ഉണ്ടാകേണ്ടതല്ല, മറിച്ച് എപ്പോഴും നമുക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് രാജ്യത്തിലെ ഉത്തമ പൗരന്മാരായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞ് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മാഷാ അല്ലാഹ്. തമന്ന ഷിയാസ് മലയാള പ്രഭാഷണം നടത്തി. തമന്ന 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ക്രിയേറ്റീവ് ഇൻ്റർനാഷണൽ അക്കാദമി താണ, അല്ലേ, കണ്ണൂർ ജില്ല. അപ്പോൾ ഒരു പ്രഭാഷണത്തിൻ്റെ സ്റ്റൈലിലൂടെയൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ഇനിയും അവസരങ്ങൾക്കനുസരിച്ച് കൂടുതൽ മികവുകൾ ഉണ്ടാവട്ടെ, നന്നായിട്ട് പ്രസംഗം അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്നുകൂടി നമ്മൾ ആശംസിക്കുകയാണ്. കുറേ സ്വാഭാവികമായും ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വയം മറ്റുള്ള പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ താരതമ്യം ചെയ്യുന്നു, ഉഷാറാക്കാൻ പറ്റട്ടെ. ഇൻഷാ അല്ലാഹ്. അതെ, ഇനി മറ്റൊരു മത്സരാർത്ഥി ഷംസുദ്ദീൻ ഹാരിഫാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ. MUP സ്കൂൾ മാട്ടൂൾ, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മറ്റൊരു മത്സരാർത്ഥിയാണ്. 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷംസുദ്ദീൻ ഹാരിഫ്. നമുക്ക് ഷംസുദ്ദീൻ ഹാരിഫിൻ്റെ മലയാള പ്രഭാഷണം കേൾക്കാം. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനാണ്. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി.
അതിനു മുമ്പ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനു കീഴിലായിരുന്നു. അവർ നമ്മളെ ഒരുപാട് കഷ്ടപ്പെടുത്തി. രാജ്യത്തെ സമ്പത്ത് അവർ കൊള്ളയടിച്ചു. അതുകൊണ്ട് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ പല മഹാന്മാരും മുന്നോട്ട് വന്നു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ്, മൗലാന അബുൽ കലാം ആസാദ്, ഖാൻ അബ്ദുൽ കാഫർ ഖാൻ, ബീഗം ഹസ്രത്ത് മഹൽ, ടിപ്പു സുൽത്താൻ, അഷ്ഫാഖുല്ല ഖാൻ, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ എത്രയോ ധീരന്മാരായ ആളുകൾ അവർ തങ്ങളുടെ ജീവിതം പോലും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമർപ്പിച്ചു. ഗാന്ധിജി അഹിംസ എന്ന വഴിയിലൂടെയാണ് പോരാടിയത്. ആയുധം ഉപയോഗിക്കാതെ സത്യവും സ്നേഹവും കൊണ്ട് അദ്ദേഹം ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചു. പലരും ധീരന്മാരായി പോരാടി രക്തസാക്ഷിത്വം വരിച്ചു. അവരുടെയൊക്കെ ത്യാഗത്തിന്റെ ഫലമായി ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ ഈ രാജ്യത്തെ സംരക്ഷിക്കണം. ഇന്ത്യയെ കൂടുതൽ ശക്തവും സുന്ദരവുമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. നല്ല കുട്ടികളായി പഠിച്ച് നല്ല കുട്ടികളായി വളർന്ന് നമ്മുടെ രാജ്യത്തിന് അഭിമാനമായി മാറണം. എൻ്റെ വാക്കുകൾ ഇവിടെ നിന്ന് നിർത്തുന്നു. ജയ് ഹിന്ദ്. നന്ദി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശംസുദ്ദീൻ ആരിഫിൻ്റെ പ്രഭാഷണം നമ്മൾ കേട്ടു. നമ്മളൊരു എന്താ പറയുക, കുറച്ചും കൂടി ഒരു എനർജറ്റിക് ആയിട്ട് അവതരിപ്പിക്കുകയായിരുന്നെങ്കിൽ ഒന്നുകൂടി മനോഹരമായിരുന്നു എന്നാണ്. എന്നാലും 4ാം ക്ലാസ്സിലെ കുട്ടി എന്ന നിലയ്ക്ക് ശംസുദ്ദീനെ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ കാണിച്ച ആ ഒരു മനോധൈര്യവും അല്ലെങ്കിൽ ആ ഒരു മനസ്സും നമ്മൾ കാണാതെ പോകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ശംസുദ്ദീനും അതുപോലെ മുമ്പുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഇതിൽ അയക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. ഒറ്റയടിക്ക് വായിച്ചു പോകുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് അവതരിപ്പിച്ച് തീർക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് റിപ്പീറ്റ് ചെയ്ത് നന്നായിട്ട് ശ്രമിച്ചിട്ട് അവതരിപ്പിക്കണം. അപ്പോൾ കൂടുതൽ ഉഷാറാകും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അടുത്തത് ഇംഗ്ലീഷ് സ്പീച്ചാണ് നമ്മൾ കേൾക്കുന്നത്. GMUP സ്കൂൾ ഇരുമ്പുഴി മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മർവ സി എം 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിലെ ഇംഗ്ലീഷ് സ്പീച്ച് കേൾക്കാം. Assalamu alaikum wa rahmatullahi wa barakatuhu. Today I feel honored to stand before you to speak on a topic that is deeply rooted in the soul of every Indian. The memory and history of freedom. India's independence is not just a date in history, August 15, 1947. It is the story of a nation that refused to bow down to colonial rule and chose instead to rise united with a single dream, freedom. When we remember our freedom, we remember the courage of Mahatma Gandhi, who showed us the power of non-violence. We remember the fiery speeches of Netaji Subhash Chandra Bose, the pen of Rabindranath Tagore, the sacrifices of Bhagat Singh, Maulana Abdul Kalam Azad and Maulana Shaukat Ali, and the voices of millions of ordinary Indians who dared to dream of a free nation. But independence was not gifted to us. It was earned with blood, sweat,
blood, sweat, and tears. Our history reminds us that freedom comes at a cost and it must be preserved with responsibility. Today, as we enjoy the rights and liberties of an independent India, we must also carry the memory of that long journey. Let it not fade into textbooks or just a part of patriotic songs once a year. Let it lie in our values, our actions, and our love for this land. True independence is not just the absence of horizontal rule. It is the presence of justice, equality, dignity, and opportunity for all. It is our duty to honor the past by shaping a better future. In conclusion, let us remember the freedom we have today is the result of yesterday's struggle, and what we do with it will define tomorrow's history. Jai Hind. മാഷാ അല്ലാ. നമ്മളൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ് ഇപ്പോൾ കേട്ടത്. GMUP സ്കൂൾ ഇരുമ്പുഴി. ഇന്നലെ അവർ നടത്തിയ ശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് അല്ലേ എന്ന് ഓർമ്മപ്പെടുത്തിയ ഒരു പ്രഭാഷണമാണ്. എന്നിരുന്നാലും ഇംഗ്ലീഷ് പ്രഭാഷണവും മലയാളമൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ പറയാണ്, നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റണം. നന്നായിട്ട് എഫേർട്ട് എടുത്തതാണ്, റിപ്പീറ്റ് ചെയ്ത് നല്ല പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം ഇനിയും നിങ്ങൾ പരിപാടികൾ അവതരിപ്പിക്കേണ്ടത്. നമ്മുടെ കഴിവിൻ്റെ ഏറ്റവും നല്ലതാണ് നമ്മൾ റേഡിയോയിലേക്ക് അയക്കേണ്ടത് അല്ലേ, ട്രൈ ചെയ്ത്. പലപ്പോഴും കുട്ടികൾക്ക് സംഭവിക്കണമെന്ന് വെച്ചാൽ ഏതായാലും ആളെ കാണൂലല്ലോ, അതുകൊണ്ട് വോയിസ് വേഗം അയച്ചു വിടാം. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ കഴിവ് പ്രകടമാവില്ല. അതെ, അപ്പോൾ വേഗം ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടാവും. അപ്പം മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റും. അടുത്തൊരവസരത്തിൽ പരമാവധി നന്നാക്കിയിട്ട് നിങ്ങളുടെ എപ്പിസോഡുകൾ നിങ്ങളുടെ പ്രഭാഷണങ്ങൾ അയക്കാൻ ശ്രമിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി റിനീഷ KU ആണ് നമ്മുടെ കൂടെ ചേരുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ മലയാളം പ്രഭാഷണം അല്ലേ, തൊട്ട് മുമ്പ് ഇംഗ്ലീഷ് ആയിരുന്നു, ഇനി മലയാളം പ്രഭാഷണമാണ്. അതെ, റിനീഷ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. AMUP സ്കൂൾ വെട്ടത്തൂർ, മലപ്പുറം ജില്ല. ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു പ്രസംഗമാണ്. വിഷയം സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മയും ചരിത്രവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധിനിവേശത്തിന്റെ കാൽച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായത്തിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് 1947 ഓഗസ്റ്റ് 15. വിദേശ ശക്തികളുടെ കരങ്ങൾ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന മഹത്തായ സുദിനം. സ്വാതന്ത്ര്യത്തിന്റെ വിലയും ആസ്വാദത്തിന്റെ പീഡനങ്ങളും അറിഞ്ഞ ഭാരതത്തിന്റെ പിന്നിട്ട നാളുകൾ ഭാവി തലമുറയിൽ കൊളുത്തിവെക്കുന്നത് പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ആശാന്റെ വാക്കുകളാണ്. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്നത് നമുക്ക് മറക്കാതിരിക്കാം. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, പ്രതിരോധം, വിദ്യാഭ്യാസം എന്നിവയിലെല്ലാം ഇന്ത്യ മുന്നേറുന്നു. ചന്ദ്രയാനും മംഗൾയാനും എല്ലാം അവയുടെ നേർക്കാഴ്ചകളാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. കൊലപാതകങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഭാരതം എന്റെ നാടാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് 1000 വട്ടം പ്രതിജ്ഞ ചെയ്താലും നാം യഥാർത്ഥ ഇന്ത്യക്കാരാകില്ല. ദേശീയ ഗാനം പാടുമ്പോഴും ദേശീയ പതാക ഉയർത്തുമ്പോഴും വന്ദേ മാതരത്തിൽ മുഴുകുമ്പോഴും അവയെല്ലാം നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുവാനുള്ള മന്ത്രധ്വനികളായി മാറണം. കവി പറയും പോലെ ആണ്ടേക്കൊരിക്കൽ
ഒരു ഗസ്റ്റ് പതിഞ്ഞടിയുമ്പോൾ നുണയേണ്ട മധുരമോ ഭാരതം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. നന്ദി. മാഷാ അല്ലാ. ഓരോ കുട്ടികളുടെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ഒരു യുണീക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു സ്റ്റൈൽ നന്നായിട്ടുണ്ട്. നല്ല ഒരു ഭാവി നമുക്ക് പ്രതീക്ഷിക്കാം. അപാകതകൾ ഉണ്ടെങ്കിലും അതിലൊക്കെ ഒരു പ്രഭാഷണത്തിൻ്റെ ടേസ്റ്റുകൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ കോട്ടുകളൊക്കെ എടുത്ത് ഉദ്ധരിച്ച് പറയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതുകൂടി നമുക്കതിൽ കൂട്ടിച്ചേർക്കേണ്ടതാണ്. എന്തായാലും റിനീഷ കെവിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇതുപോലെ നമ്മൾ എപ്പിസോഡിൽ നേരത്തെ അവതരിപ്പിച്ച ആളുകൾക്ക് കൂടിയൊക്കെ നമ്മൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഹംദ മൊയ്തീനാണ് ഇനി നമ്മുടെ കൂടെ ചേരുന്നത്. CH മെമ്മോറിയൽ സ്കൂൾ മുക്കം നെല്ലിക്കാപ്പറമ്പിൽ ഹംദ മൊയ്തീൻ പീസ് റേഡിയോയിൽ പലപ്പോഴും പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്, ഈവനിങ് ലൈവിൽ പങ്കെടുക്കാറുണ്ട്. ഈ ഒരു മലയാള പ്രഭാഷണം നടത്തുന്ന ഹംദ മൊയ്തീൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ബഹുമാന്യ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ധീരമായ പോരാട്ട ചരിതങ്ങളുടെ ഓർമ്മകളുമായി ഇത്തിരി നേരം സഞ്ചരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങളിലൊന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഇരുളിന്റെ ബന്ധനങ്ങളിൽ നിന്നും മോചനത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പകുത്തു നൽകിയ ധീരദേശാഭിമാനികൾ കാത്തുവെച്ച സമ്മാനമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. 1600-ൽ കച്ചവടക്കാരായി ഇന്ത്യയിൽ പ്രവേശിച്ച ബ്രിട്ടീഷുകാർ കുതന്ത്രങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അടിമകളാക്കി ഭരണം തുടങ്ങിയപ്പോൾ സഹിക്കട്ട ജനങ്ങൾ അവർക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. 1857-ൽ ഇന്ത്യൻ സൈനികനായ മംഗൾ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ശിപ്പായി ലഹള എന്ന പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ സമരം ഉണ്ടായതു മുതൽ രാജ്യത്തിന്റെ പല ഭാഗത്തും ജനങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒറ്റയായും കൂട്ടമായും സമരവും പ്രതിഷേധവുമായി രംഗത്തെത്തി. നിരന്തര സമരങ്ങളിലൂടെ പതിറ്റാണ്ടുകളോളം രാജ്യം സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി യാത്രയും ഉപ്പു സത്യാഗ്രഹവും നിസ്സഹകരണ പ്രസ്ഥാനവും ഭഗത് സിംഗിന്റെ സായുധ പോരാട്ടവും മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി ജൗഹർ, അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയവർ നയിച്ച ഖിലാഫത്ത് പ്രസ്ഥാനവും ഗാന്ധിജി, വല്ലഭായ് പട്ടേൽ, നെഹ്റു തുടങ്ങിയവർ നയിച്ച കോൺഗ്രസ് പ്രസ്ഥാനവും ശിപ്പായി ലഹളയിൽ നേതൃത്വം വഹിച്ച ഝാൻസി റാണിയും വാരിയൻ കുന്നത്ത് ഹാജിയുടെ മലബാർ പോരാട്ടവും നേതാജിയുടെ സൈനിക പോരാട്ടവും എന്നിങ്ങനെ രാജ്യത്തിന്റെ എല്ലായിടത്തും സ്വാതന്ത്ര്യ സമര പോരാട്ടം കത്തിപ്പടർന്നു. ടിപ്പു സുൽത്താന്റെ സൈനിക പോരാട്ടവും 12 വയസ്സുകാരനായ ബാജി റൌട്ടിന്റെ രക്തസാക്ഷിത്വവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ജ്വലിക്കുന്ന ചരിത്ര സ്മരണകളാണ്. മൗലാന മുഹമ്മദ് ഇഖ്ബാലിന്റെ സാരെ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന കാവ്യം നമ്മുടെ സിരകളെ കോരിത്തരിപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഒറ്റുകാരുടെ പിൻഗാമികൾ ഇന്ന് ധീര നേതാക്കളുടെ നാമം ചരിത്രത്തിൽ നിന്നും മായ്ക്കാനുള്ള നിഗൂഢ ശ്രമത്തിലാണെന്നും നാം തിരിച്ചറിയുക. സമയപരിധി കാരണം പറഞ്ഞാൽ തീരാത്ത സമര ചരിത്രങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഏവർക്കും 79ാം സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ ഈ കൊച്ചു സംസാരത്തിന് ഞാൻ ഇവിടെ വിരാമം കുറിക്കുകയാണ്. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. ഹംദ മൊയ്തീൻ വളരെ മനോഹരമായിട്ട് തന്നെ പ്രസംഗം അവതരിപ്പിക്കുകയുണ്ടായി. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമുക്ക് ഹംദയുടെ പലപ്പോഴും മദ്രസാ തലത്തിലൊക്കെ ഹംദ പ്രഭാഷണത്തിൽ സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. ഇതിൽ നേടിയിട്ടുണ്ടാകുമല്ലേ നമുക്ക് പറയാൻ പറ്റൂല. കിട്ടട്ടെ എന്ന് നമുക്കും അല്ലേ ആശംസിക്കാം. ഇൻഷാ അല്ലാഹ്. CH മെമ്മോറിയൽ സ്കൂൾ മുക്കം നെല്ലിക്കാപ്പറമ്പയിലാണ് ഹംദ മൊയ്തീൻ പഠിക്കുന്നത്. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നമ്മൾ സൂചിപ്പിച്ചു. ഇനി മാഷ ഇന്ന് നമുക്കൊരു അടുത്ത മത്സരാർത്ഥി എത്തുന്നത് ഹിബ മുജീബാണ്. GM UP സ്കൂൾ ഇരുമ്പുഴി, മലപ്പുറം ജില്ല, 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹിബ മുജീബ് ഒരു മലയാള പ്രഭാഷണമാണ് അവതരിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, സുവർണ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാള ഹസ്ത്യത്തിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ആഗസ്റ്റ് 15. 1947 ആഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വിഹായസിലേക്ക് പറന്നുയരുന്ന ദിനമാണ്. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മിൽ പ്രകടമാകുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേക പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെയും ജീവിത്യാഗത്തിന്റെയും ഫലമാണെന്ന് നാം ഒരിക്കലും വിസ്മരിക്കരുത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 നിന്നും 2025 എത്തിയപ്പോഴേക്കും ഇന്ത്യ ഏറെ വളർന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, പ്രതിരോധം, വിദ്യാഭ്യാസം എന്നിവയിലെല്ലാം ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറും അവർക്ക് നേതൃത്വം നൽകിയ പെൺപുലികളും, വനിതാ വിഭാഗം ഫിഡെ വേൾഡ് കപ്പ് ജേതാവ് ദിവ്യ ദേശ്മുഖും എല്ലാം അഭിമാന നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചു. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ പേരിലും മനുഷ്യർ പരസ്പരം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. കൊലപാതകങ്ങളും അഴിമതികളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഭാരതത്തോടുള്ള അഭിമാനം വികാരത്തിൽ നിന്നും പ്രവർത്തനത്തിലേക്ക് കടന്നു വരണം. ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് 1000 വട്ടം നാം പ്രതിജ്ഞ ചെയ്താലും നാം യഥാർത്ഥ ഇന്ത്യക്കാരാകില്ല. ദേശീയ ഗാനം പാടുമ്പോഴും ദേശീയ പതാക ഉയർത്തുമ്പോഴും വന്ദേ മാതരത്തിൽ മുഴുകുമ്പോഴും അവയെല്ലാം നമ്മുടെ സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള മന്ത്രധ്വനികളായി മാറണം. കവി പറയും പോലെ, ആണ്ടേക്കൊരിക്കലോ ഓഗസ്റ്റ് 15 അരുമയായി നുണയേണ്ട മധുരമോ ഭാരതം. അല്ല, അത് നമ്മുടെ രക്തവും വികാരവുമാണ്. അഴിമതികളും ഭിന്നതകളും കലഹങ്ങളും ഇല്ലാത്ത ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം, അല്ല നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, വളരെ ഗംഭീരമായ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം അങ്ങനെ നല്ല നല്ല പ്രഭാഷണങ്ങളുടെ ഒരു ഒഴുക്കിലാണ് നമ്മൾ വരുന്നത്. ഹിബ മുനീബ് ഗംഭീരമായി അവതരിപ്പിച്ചു. GMUPS ഇരുമ്പുഴി മലപ്പുറം സ്കൂളിൽ പഠിക്കുന്ന 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ ഹിബ മുജീബിൻ്റെ പ്രഭാഷണത്തിൻ്റെ ശേഷം ഇനി ദുആ അമൽ. GLP സ്കൂൾ മഞ്ചേരിയിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദുആ അമൽ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ദുആ അമൽ, GLPS മഞ്ചേരിയിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ത്യക്കാരുടെ പുനർജന്മദിനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നാം എന്നാണ് സ്വാതന്ത്ര്യം നുഴഞ്ഞതെന്നറിയാമോ? സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മയും ചരിത്രവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയുടെ നെറുകയിൽ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയപ്പോൾ അവസാനമായത് 200 വർഷം നീണ്ട ബ്രിട്ടീഷ് വാഴ്ചയ്ക്കാണ്. അർദ്ധരാത്രി ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും. ആ രാത്രിയിൽ, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് മുമ്പിൽ മുട്ടുകുത്തിയ ആ രാത്രിയിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗധ്വനികളാണിവ. ഇന്ന് നാം ആവോളം ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നേരെ നീട്ടപ്പെട്ടതാകുന്നില്ല. എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തവും വിയർപ്പും കണ്ണീരും കൊണ്ടാണ് ഇത് നേടിയെടുത്തത്. അവരുടെ അചഞ്ചലമായ ദൃഢനിശ്ചയവും മാതൃരാജ്യത്തോടുള്ള ആഴമായ സ്നേഹവുമാണ് അടിച്ചമർത്തലിനെതിരെ ഉയരാൻ ദശലക്ഷങ്ങളെ പ്രേരിപ്പിച്ചത്. അതിശക്തമായി പോരാടിയ റാണി ലക്ഷ്മിബായിയുടെ വീര്യം, രാജ്യസ്നേഹത്തിന് വേണ്ടി തൂക്കുമരത്തെ നേരിട്ട ഭഗത് സിംഗ്, രാജ്ഗുരു, ഷഹീദ് അഷ്ഫഖുല്ലാ ഖാൻ, അഹിംസ,
സ്വാതന്ത്ര്യ സമര ആണിക്കല്ലാക്കി മാറ്റിയ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച സുഭാഷ് ചന്ദ്രബോസ്, പഴശ്ശിരാജ, വിപ്ലവത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെടുന്ന മൗലവി അഹമ്മദുള്ള ഷാ, ഗാന്ധിജിയുടെ സഹപ്രവർത്തകനായ ജസ്റ്റിസ് അബ്ബാസ് ത്വയ്യിബ് ജി, മൗലാന അബുൽ കലാം ആസാദ്, അങ്ങനെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ രാജ്യസ്നേഹികൾ നമുക്ക് ഒരുപാട് നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം. എന്റേത് മാത്രമായ ഒരു സ്വപ്നം എനിക്കില്ല, ഉണ്ടെങ്കിൽ ഒന്ന് മാത്രം. എന്തിനു വേണ്ടിയാണോ ഞാൻ ജീവൻ വെടിയുന്നത് അതിനു വേണ്ടി നിങ്ങൾ പോരാടുക. ധീര രക്തസാക്ഷി അഷ്ഫഖുല്ലാ ഖാന്റെ വരികളാണിവ. നമ്മുടെ സ്വാതന്ത്ര്യം വെറും ഒരു പദവിയല്ല, മറിച്ച് ഒരു ഉത്തരവാദിത്തമാണ് എന്നത് ഓർമ്മയിൽ സൂക്ഷിക്കുക. പുതിയൊരു ഭാരത നാട് ഒരുക്കാൻ മതിലു തകർത്തൊരുമിക്കാം. മതജാതി ഭാഷ തൻ ഭേദം മറന്ന് മനസ്സിൽ പാലമുയർത്താം. അന്ധത മൂടിയ ചിന്തകൾ നീക്കാൻ അറിവിൻ പന്തം കൊളുത്താം. നവനവ ഇന്ത്യ പടുക്കാൻ യുവതയെ മുന്നിൽ നടത്താം. സ്വപ്നം സത്യമതാക്കാം. വലിയൊരു മാനവഗാഥ രചിക്കാൻ അതിരു തകർത്തൊരുമിക്കാം. വരുവിൻ വരുവിൻ പ്രിയ സഹചരി വരുവിൻ. ശുക്രൻ. ജയ് ഹിന്ദ്. മാഷാ അല്ലാ, നമുക്ക് മനോഹരമായ മറ്റൊരു പ്രഭാഷണം കേൾക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു ദുആ അമലിൻ്റെ പ്രഭാഷണത്തിലൂടെ. പക്ഷേ ഈ പ്രഭാഷണത്തിൻ്റെ മാറ്റുകൂട്ടുന്നത് ഒന്ന് അതിൻ്റെ തുടക്കം, മറ്റൊന്ന് അതിൽ ഉൾക്കൊള്ളിക്കുന്ന കോട്സുകൾ, മറ്റൊന്ന് അതിലെ പദ്യങ്ങൾ, വിഷയത്തോടനുബന്ധിച്ചുള്ള, പിന്നെ അതിൻ്റെ ഒടുക്കം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ആ പ്രഭാഷണം ശ്രദ്ധിക്കപ്പെടും, ആകർഷണീയമാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ ചില എപ്പിസോഡുകളിലൊക്കെ ഒരു പ്രഭാഷണത്തിനുണ്ടാവേണ്ട ഗുണഗണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും മനോഹരമായ ഈ ഒരു പ്രഭാഷണം കേട്ടുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ച് പരമാവധി ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ പ്രഭാഷണങ്ങൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനും നല്ല പ്രഭാഷണങ്ങൾ അവതരിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്റ്റാർ കോസ്റ്റിൻ്റെ ഈ ഒരു ഫ്രീഡം വിത്ത് പീസ് എന്ന ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, തബാറക്കല്ലാ. ഏറ്റവും നല്ല ആശയസമ്പുഷ്ടമായ ചില കുഞ്ഞു പ്രസംഗങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്. പങ്കെടുത്തവർ തമന്ന ഷിയാസ്, ഷംസുദ്ദീൻ ഹാരിഫ്, മറുവ CM, റിനീഷ KU, ഹംദ മൊയ്തീൻ, ഹിബ മുജീബ്, ദുആ അമൽ.